നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് ഓരോ ടൈപ്പ് ഡേറ്റയും വ്യത്യസ്തമായ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്പേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്പേഴ്സിനെ നമുക്ക് ഇൻറ്റിജർ നമ്പർ എന്നും മറ്റൊന്ന് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്നും ഡിവൈഡ് ചെയ്യാം. ഇൻറ്റിജർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പേഴ്സ് ലൈക്ക് 123, 1024 അങ്ങനെ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 0.123, 8.24 തുടങ്ങിയ പോയിൻ്റുള്ള നമ്പറുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻറ്റിജർ നമ്പറുകൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് യൂസ് ചെയ്യാം, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം എന്നെല്ലാം ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ടൂസ് കോംപ്ലിമെൻ്റ് ആണെന്നും അതിനകത്ത് -0 എന്ന പ്രശ്നം വരുന്നില്ല എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകൾ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ റെപ്രസെൻറ്റേഷനാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറായിട്ട് എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് FP എന്ന് പറയുന്നു. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ്. എങ്ങനെയാണ്? മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റ് എന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമ്മളൊരു നമ്പർ എടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ ഡെസിമൽ നമ്പർ 8.25 എന്നുള്ള നമ്പർ എടുക്കാം. ഈ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ റെപ്രസെൻറ്റേഷനായിട്ടുള്ള മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ നമ്പർ എടുക്കുന്നു, 8.25 എടുക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കുക. നമുക്കറിയാം 8ന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ എന്താണ്? 8ന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 1000 അല്ലേ? ഈ പോയിൻ്റ് ശേഷം 25ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്താ? നമുക്കറിയാം എങ്ങനെ ചെയ്യുക. 0.25 ശ്രദ്ധിക്കുക, 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 0.50 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 0നെ എടുത്ത് മാറ്റി വെക്കും, ശരിയല്ലേ? ദെൻ 0.50യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 1.0 എന്ന് കിട്ടും. 1.00 എന്ന് കിട്ടും. 1.00. അപ്പോൾ 1നെ എടുത്ത് മാറ്റി വെക്കുക. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ. ഈ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ റിസൾട്ടിനെ ഈ ഡയറക്ഷനിൽ എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ എന്ത് കിട്ടും? നമുക്ക് വി വിൽ ഗെറ്റ് ഹിയർ 0.1. സോ ഇവിടെ നമുക്ക് കിട്ടിയതാ ഈ 0യും ഈ 1ഉം, ദാറ്റ് ഈസ് 0.1. ഓക്കെ ആണല്ലോ. ഇനി ഈ കിട്ടിയ നമ്പറിനെ, ഈ കിട്ടിയിരിക്കുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. ഈ കിട്ടിയ നമ്പറിനെ നോർമലൈസ് ചെയ്യണം. എന്താണ് നോർമലൈസ് ചെയ്യുക എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഡെസിമൽ നമ്പർ എടുക്കുക, എന്നിട്ട് എന്താണ് നോർമലൈസേഷൻ എന്ന് പഠിക്കാം. എന്താണ് ഡെസിമൽ നമ്പറിലെ നോർമലൈസേഷൻ? ഉദാഹരണമായിട്ട് നമുക്ക് 123.67 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് വേണമെങ്കിൽ 0.12367 ഇൻറ്റു 10 ടു ദ പവർ, എത്ര പൊസിഷൻ ഇങ്ങോട്ട് വന്നു? 1, 2, 3, 10 ടു ദ പവർ 3 എന്ന് എഴുതാം, ശരിയല്ലേ? ഈ തന്നിരിക്കുന്ന നമ്പറിനെ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 0.12367 ഇൻറ്റു 10 ടു ദ പവർ 3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ അവസാനം പറയാം. കാരണം നമ്മളെ ഡിസ്കഷൻ വഴി മാറിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ഞാനത് പറയുന്നില്ല. അപ്പോൾ
ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നമ്പറിനെ ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നോർമലൈസ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡെസിമലിലാണ്. ഡെസിമലിൻ്റെ ബേസ് 10 ആയതുകൊണ്ട് നമ്മൾ 10³ വെച്ചിട്ട് ഇവിടെ നോർമലൈസ് ചെയ്തു അല്ലേ. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് അനദർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ വിൽ ടേക്ക് സം 67.23 എന്നാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 0.6723 ഇൻറ്റു 10² എന്ന് എഴുതാം. സോ ദിസ് ഈസ് നോർമലൈസ്ഡ് ഫോം. ഓക്കെ, ഈ പാർട്ടിനെയാണ് നമ്മൾ മാൻഡിസ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മാൻഡിസ എന്ന് വിളിക്കും. മാൻഡിസ. ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പോണൻ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? എക്സ്പോണൻ്റ്. സോ ദിസ് ഈസ് വാട്ട്. ഇങ്ങനെ നോർമലൈസ് ചെയ്ത ശേഷം കിട്ടുന്ന ഈ പാർട്ടിനെ വി കോൾ മാൻഡിസ. ഈ പാർട്ടിനെ നമ്മൾ 10⁻⁴ എന്ന് വരുന്ന ഈ പാർട്ടിനെ നമ്മൾ എക്സ്പോണൻ്റ് എന്ന് വിളിക്കും. സോ ദാറ്റ് ഇസ് മാൻഡിസ എക്സ്പോണൻ്റ് ഫോർമാറ്റ്. ഇനി ബൈനറി നമ്പറിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് 8.25 എന്നൊരു ഡെസിമൽ നമ്പർ നമ്മൾ ആദ്യം അതിനെ ബൈനറി ആക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. ഇത് ബൈനറി നമ്പറാണെന്ന് നമുക്കറിയാം അല്ലേ, ബൈനറി നമ്പറാണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണമെങ്കിൽ ഈ പോയിൻറ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടിടും, പുറത്തേക്കിടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1000. ശരിയല്ലേ? 0.1000. പിന്നെ ഈ 01 തൊട്ടടുത്ത് ഈ 01 എഴുതുക. ഇൻറ്റു ഇതിൻ്റെ ബേസ് എന്താണ്? 2 ആണ്. അപ്പോൾ 2⁻, എത്രയാണ് പോകേണ്ടത്? 1 2 3 4, 4 പൊസിഷൻ, 2⁻⁴ എന്ന് എഴുതാം. കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻഡിസ എന്ന് പറയുന്നത്. മാൻഡിസ. ഈ പാർട്ടിൻ്റെ ബൈനറിയെ, ഈ പാർട്ടിനെ എക്സ്പോണൻ്റ് പറയും. ഈ പാർട്ടിൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 4ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 100. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പോണൻ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. മാൻഡിസ എക്സ്പോണൻ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് മാൻഡിസ എന്ന് മനസ്സിലായി അല്ലേ? മാൻഡിസ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിനെ മാൻഡിസ എന്ന് വിളിക്കും, ഈ പാർട്ടിനെ നമ്മൾ എക്സ്പോണൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മളിത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ എക്സാമ്പിൾ എന്താണ്? 8.25 ആണ് അല്ലേ. ഇതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ എഴുതണം. ആദ്യം നമ്മളിതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000. ഈ പാർട്ട് 0.25 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 0.25 ഇൻറ്റു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും 0.5 എന്ന് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ 0 എടുത്ത് വെക്കും. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ 0.5നെ പിന്നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1.0 കിട്ടും. അപ്പോൾ 0 വരുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? 0 and 1. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വാല്യൂ 0.01 ആണെന്ന് മനസ്സിലായി. 0.01. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂ എവിടെ കൊടുക്കുക? നമുക്ക് മനസ്സിലായി എന്ത്? ഇതിന് തുല്യമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ നമ്മുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് എന്തായി? ഇവിടെ 0.1 വന്നു. അപ്പോൾ 1000.01 എന്ന് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പറിനെ നോർമലൈസ് ചെയ്യണം. ഈ നമ്പറിനെ നോർമലൈസ് ചെയ്യുക എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ് 1000.01. ഈ നമ്പറിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ ഇതാണ്. ഈ നമ്പറിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിൻ്റ് ഇങ്ങോട്ട് കൊണ്ടിടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0.1000. So I will say 1000 then 01. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇതിനെ 2 കൊണ്ട് ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 to the power എത്ര പൊസിഷൻ മാറ്റി ഇങ്ങോട്ട്? 1 2 3 4 4 പൊസിഷൻ മാറ്റി. സോ 2 to the power 4. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 0.1. ദിസ് ഇസ് 0.10001 ഇൻറ്റു 2 to the power 100 എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ ബൈനറി ഫോം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സോ ദിസ് ഇസ് വാട്ട് മാൻഡിസ. ദിസ് പാർട്ട് ഈസ് മാൻഡിസ. ദിസ് പാർട്ട് ഈസ് എക്സ്പോണൻറ്റ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാൻഡിസയെ കിട്ടിയ മാൻഡിസയെ നമ്മൾ 24 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക, എക്സ്പോണൻറ്റിനെ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ടാണ് 24 ബിറ്റും 8 ബിറ്റും എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 32 ബിറ്റ് കമ്പ്യൂട്ടർ ആണെങ്കിൽ 24 ബിറ്റ്സ് മാൻഡിസയ്ക്കും 8 ബിറ്റ്സ് എക്സ്പോണൻറ്റിനും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ മാൻഡിസയ്ക്ക് 24 ബിറ്റ്സും എക്സ്പോണൻറ്റിന് 8 ബിറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂസ് ഈ പാർട്ടിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പാർട്ടിനെ നമ്മൾ 24 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഈ പാർട്ടിനെ, ഈ എക്സ്പോണൻറ്റ് പാർട്ടിനെ നമ്മൾ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ പാർട്ട് നമ്മൾ 24 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം 1 എന്തൊക്കെയാണ് ഉള്ളത്? 1 0 0 0 0 1. അപ്പോൾ വി ക്യാൻ റൈറ്റ് 1 0 0 0 0 1. എത്ര ബിറ്റായി? 1 2 3 4 5 6 ബിറ്റ് അല്ലേ? 6 ബിറ്റ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ബിറ്റ്സ് നമ്മൾ പറഞ്ഞത്. അതിൽ അവസാനത്തെ ബിറ്റ് നമ്മൾ ഒഴിവാക്കും, 23 വരെ ഉണ്ടാവുള്ളൂ. രണ്ടെണ്ണം ഒരുമിച്ച് എഴുതിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 23 ബിറ്റ് എടുക്കും. ഈ പാർട്ട് ഇതിനെ ഇങ്ങനെ എഴുതും, ദിസ് ഇസ് മാൻഡിസ. ഇനി ഈ പാർട്ടിനെ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യും. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 1 2 3 4 5 6 7 8 അല്ലേ? 8. അപ്പോൾ ഇതാണ് എക്സ്പോണൻറ്റ് പാർട്ട്. ദിസ് ഇസ് മാൻഡിസ പാർട്ട്. ദിസ് ഇസ് എക്സ്പോണൻറ്റ് പാർട്ട്. ഈ എക്സ്പോണൻറ്റ് പാർട്ടിൽ ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റ് ആവും, ഫസ്റ്റ് ബിറ്റ്. അതുപോലെ ഇത് 24 ബിറ്റ്സ് ആണ്. ഞാൻ ഇവിടെ 23 ബിറ്റ്സ് ഓൾറെഡി എഴുതിയുള്ളൂ. നമുക്കറിയാം ഇത് പോസിറ്റീവ് നമ്പറാണെന്ന് അറിയാം. അപ്പോൾ ആദ്യത്തെ ബിറ്റ് ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു 0 പോസിറ്റീവ് ബിറ്റ് വരും. ഇപ്പോൾ ടോട്ടൽ 24 ബിറ്റ്സ് ആയി. ഒന്നുകൂടെ പറയട്ടെ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ്. മാൻഡിസയെ 24 ബിറ്റ്സിൽ റെപ്രസെൻ്റ് ചെയ്യും, എക്സ്പോണൻറ്റിനെ 8 ബിറ്റ്സിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. ഈ 24 ബിറ്റ്സിൽ ഒരു ബിറ്റ് സൈൻ ബിറ്റ് ആവും. ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആവും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ബാക്കിയുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 23 ബിറ്റ്സ്. ഓക്കെ, ഇവിടെ 8 ബിറ്റിലും ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റ് ആയിരിക്കും. ബാക്കിയുള്ള 7 ബിറ്റ്സ് എന്തായിരിക്കും? എക്സ്പോണൻറ്റ് പാർട്ടാവും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാവും. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ, വളരെ സിമ്പിളാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. മാൻഡിസ 24 ബിറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യും, എക്സ്പോണൻറ്റ് 8 ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യും. ഈ 24 ബിറ്റിൽ ഒരു ബിറ്റ് എന്തിനു യൂസ് ചെയ്യും? സൈൻ ബിറ്റായിട്ട് ഉപയോഗിക്കും. ബാക്കിയുള്ള 23 ബിറ്റ് മാഗ്നിറ്റ്യൂഡായിട്ട് യൂസ് ചെയ്യും. എക്സ്പോണൻറ്റിൽ ഒരു ബിറ്റ് സൈൻ ബിറ്റായിട്ട് യൂസ് ചെയ്യും. ബാക്കിയുള്ള 7 ബിറ്റ് അതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 8.25 എന്ന നമ്പറിനെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബൈനറി നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ബൈനറി നമ്പർ 1000 പോയിൻ്റ്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.1 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന നമ്പറിനെ, അതായത് 1000.01 എന്ന നമ്പറിനെ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്ത് ചാടും, ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നമ്പർ 0.100001 എന്ന് കിട്ടും. ഇൻറ്റു അല്ലേ, എത്ര പൊസിഷൻ മാറിയിട്ടുണ്ട്? ഇവിടെ നമുക്കറിയാം 1 2 3 4 പൊസിഷൻ മാറിയിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് 2 to the power 4 എന്ന് കിട്ടും. ഇതിന് വേണമെങ്കിൽ ടോട്ടൽ ബൈനറി ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 0.1000
0 0 1 ഇൻറ്റു 2 ടു ദ പവർ 100 എന്ന് കിട്ടും. സോ ഈ പാർട്ടിനെ നമ്മൾ മാൻഡിസ എന്ന് പറയുമ്പോൾ ഇതിനെ മാൻഡിസ എന്ന് പറയും. ഈ പാർട്ടിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് വിളിക്കുന്നത്. എക്സ്പോണൻ്റ്. ഈ മാൻഡിസ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? 24 ബിറ്റ്സിലാക്കണം. അതിൽ ആദ്യത്തെ ബിറ്റ് എന്താവും? സൈൻ ബിറ്റ് ആവും. നമുക്കറിയാം ഈ നമ്പർ പോസിറ്റീവ് നമ്പർ. അതുകൊണ്ട് സൈൻ ബിറ്റ് എന്തായിട്ട് മാറും? സൈൻ ബിറ്റ് ഈസ് ഇൻ ദിസ് കേസ് സൈൻ ബിറ്റ് 0 ആയിരിക്കും. പിന്നെ ബാക്കി വരുന്നത് 23 ബിറ്റ്സ് ആയിട്ട് എഴുതാം. 1 2 3 4 5 6 ബിറ്റ്സാണുള്ളത്. സോ 1 2 3 4 5 6. ഇപ്പോൾ മൊത്തം 7 ബിറ്റായി. സൈൻ ബിറ്റ് അടക്കം 7 ബിറ്റായി. ഇത് മൊത്തം 24 ബിറ്റ്സ് ആണ്. 7 ആയി. 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഇത്രയാണ് എന്ത്? മാൻഡിസ പാർട്ട്. ഇത്രയുമാണ് എന്താണ്? മാൻഡിസ പാർട്ട്. മാൻഡിസ. ഓക്കെ. ഈ വരുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ദിസ് ഈസ് വാട്ട്? എക്സ്പോണൻ്റ്. എക്സ്പോണൻറ്റിന് എത്ര ബിറ്റിൽ എഴുതണം? 8 ബിറ്റിൽ എഴുതണം. നമുക്ക് എത്ര കിട്ടിയത്? 1 2 3 ബിറ്റായുള്ളൂ. അതായത് 1 0 0 3 ബിറ്റ്. ഇനി ഇതിനെ നമുക്ക് എത്ര ബിറ്റാക്കണം? 8 ബിറ്റാക്കണം. അപ്പം 4 5 6 7 8. സോ ദിസ് ഈസ് വാട്ട്? എക്സ്പോണൻറ്റ്. ഇതിൽ ഈ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റാണ്. ഇതിനകത്ത് മാൻഡിസയിലെയും ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്തിനെഴുതുക? ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിനെ കമ്പ്യൂട്ടർ റെപ്രസെൻ്റ് ചെയ്യുക. കൊടുത്തിരിക്കുന്ന രീതിയിൽ 32 ബിറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. നൗ അതിനെ ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്? മാൻഡിസ എക്സ്പോണൻ്റ് ഫോർമാറ്റിലാണ്. മാൻഡിസ 24 ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്, എക്സ്പോണൻ്റ് 8 ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്. അപ്പോൾ നമുക്കതൊരു പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് സപ്പോസ് ദിസ് ഇസ് 32 ബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 32 ബിറ്റ്. അങ്ങനെയാണെങ്കിൽ 32 ബിറ്റിൽ ഇവിടെ ഇത്രയും 24 ബിറ്റ്സ് മാൻഡിസനെ റെപ്രസെൻ്റ് ചെയ്യും. മാൻഡിസ. ബാക്കി വരുന്ന 8 ബിറ്റ്സ് എക്സ്പോണൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. എക്സ്പോണൻറ്റ്. ഈ മാൻഡിസയ്ക്കകത്തുള്ള ആദ്യത്തെ ഈ ബിറ്റ് സൈൻ ബിറ്റായിട്ട് യൂസ് ചെയ്യും. ഓക്കെ. എക്സ്പോണൻറ്റിൻ്റെയും ആദ്യത്തെ ഈ പാർട്ടിൽ ഇവിടെ എന്താണോ 0 ആണോ 1 ആണോ അതിനനുസരിച്ച് ഇവിടെ സൈൻ ബിറ്റ് യൂസ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റ്. ശ്രദ്ധിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചു വരിക. ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുക്കിനകത്ത് പറയുന്നുണ്ട് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ്. മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിൽ ഒരു 32 ബിറ്റ് കമ്പ്യൂട്ടറിലാണെങ്കിൽ 24 ബിറ്റ് മാൻഡിസക്ക് ഉപയോഗിക്കും. ബാക്കി 8 ബിറ്റ്സ് എന്തിനുപയോഗിക്കും? എക്സ്പോണൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് മൊത്തം 32 ബിറ്റാണ്. ഇവിടുന്ന് ഇതുവരെ 32 ബിറ്റാണ്. അതിനകത്ത് ഈ പാർട്ട്, ഏത് പാർട്ട്? ഇത്രയും പാർട്ട് പിന്നെ 24 ബിറ്റ്സ് ആണ്. 24 ബിറ്റ്സ്. ഇത് മാൻഡിസിനെ റെപ്രസെൻ്റ് ചെയ്യും. മാൻഡിസയിലെ ഈ ഫസ്റ്റ് ബിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? സൈൻ ബിറ്റിനെ സൂചിപ്പിക്കുന്നു. പിന്നെ 8 ബിറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന 8 ബിറ്റ് എക്സ്പോണൻ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ. എക്സ്പോണൻറ്റിലെ ഈ പാർട്ടിനെ എന്തിന് ഉപയോഗിക്കുന്നു? സൈൻ ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്പറിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി കണ്ടുപിടിച്ചിട്ട് ആ ബൈനറിയെ നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാൻഡിസ എക്സ്പോണൻ്റ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. എന്നിട്ട് 10111.111 എന്നുള്ള നമ്പറാണെങ്കിൽ ഇതിനാദ്യം നമ്മൾ ഈ പോയിൻറ്റിനെ ഇങ്ങോട്ട് എടുത്തിട്ട് 0.1011111 ഇൻറ്റു എത്ര പൊസിഷൻ മാറ്റി? 1 2 3 4 5 2 to the power 5 2 to the power 5 പറഞ്ഞാൽ 101.
ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, 24 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഏത് പാർട്ടിനെ? ഈ പാർട്ടിനെ. പോയിൻ്റ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങ് ഒഴിവാക്കിക്കളയും. ഈ പാർട്ടിനെ 24 ബിറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യും, ഈ പാർട്ടിനെ 8 ബിറ്റിലും റെപ്രസെൻറ്റ് ചെയ്യും. സോ ദിസ് ഈസ് മാൻഡിസ, this is exponent. Done. So we have done with floating point representation. I think the thing is clear. If anybody has any doubt, you can send me or post me a message. ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാം, അതിനുള്ള ആൻസർ പറയാൻ ശ്രമിക്കുന്നതാണ്. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിംഗ്. താങ്ക് യു വെരി മച്ച് once again.